السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഇതേവരെ നമ്മൾ കാണാത്ത ഒരു റബ്ബിനെയാണ് നാം ആരാധിക്കുന്നതും അവനോട് പ്രാർത്ഥന നടത്തുന്നതും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് പടച്ച റബ്ബിനൊന്ന് കാണുക എന്നുള്ളത്. അവന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ നാളെ പരലോകത്ത് വെച്ച് അവനെ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 12 വിഭാഗം ആളുകളെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയോ ഗൗനിക്കുകയോ ചെയ്യില്ല. എല്ലാ ആളുകളും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹത്തോടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു നോക്കാത്ത 12 വിഭാഗം ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന് പ്രവാചകർ പഠിപ്പിച്ച 12 വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ശൈഖുൻ സാനിൻ, വയസ്സായ വ്യഭിചാരിയാണ്. ഒരുപാട് വയസ്സായിട്ടും വ്യഭിചാരം നടത്തുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്നാണ്. മറ്റുള്ള വ്യഭിചാരികൾക്ക് കുറ്റമില്ല എന്നല്ല, മറിച്ച് പ്രായം കൂടുന്തോറും മതബോധം കൂടുകയും ദുനിയാവിനോടുള്ള ചിന്ത കുറയുകയുമാണ് ചെയ്യാറുള്ളത്. ആ സമയത്തും ഈ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു അവനെ നോക്കുകയില്ല എന്നാണ്. രണ്ടാമത്തത് മലിക്കുൻ കദ്ദാബുൻ, കള്ളനായ രാജാവാണ്, ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി എപ്പോഴും കളവ് പറയുകയും കളവ് നടത്തുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള രാജാക്കന്മാർക്കും അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നോക്കുകയില്ല എന്നാണ്. മൂന്നാമത്തത് ആയിലുൻ മുസ്തക്ബിറുൻ, പാവപ്പെട്ടവനായിട്ടും കിബ്ർ കാണിക്കുന്നവരാണ്. അഥവാ അവനിക്കൊന്നുമില്ല, അവനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, എന്നിട്ടും അവൻ അഹങ്കാരത്തോടെ വർത്തമാനം പറയുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകളെയും അള്ളാഹു നോക്കില്ല എന്നാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ, 3 ആളുകൾ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ ശുദ്ധിയാക്കുകയുമില്ല, തസ്കിയത്ത് നടത്തുകയുമില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുകയുമില്ല. വലഹും, അവർക്ക് അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്. ഏതൊക്കെയാണ്? ഞാനിപ്പോൾ പറഞ്ഞ ശൈഖുൻ സാനിൻ, വമലിക്കുൻ കദ്ദാബുൻ, വആയിലുൻ മുസ്തക്ബിറുൻ, ഇങ്ങനത്തെ 3 ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുകയില്ല എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ്. നാലാമത്തത് മാനിഉൻ ഫളൽ മാ, വെള്ളത്തെ തടഞ്ഞു വെക്കുന്ന ആളുകളാണ്. അഥവാ അവനെ ഉപയോഗിച്ചിട്ടും ബാക്കിയുള്ള വെള്ളം കൊടുക്കാതെ തൻ്റെ കിണർ വറ്റിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കുള്ള വെള്ളം തടഞ്ഞു വെക്കുന്നവനാണെങ്കിൽ അവനക്കും അള്ളാഹു സംസാരിക്കുകയോ നോക്കുകയോ ഇല്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജുലുൻ, ഒരു മനുഷ്യൻ, മനഅ ഫളല മാഇൻ, വെള്ളത്തിൽ നിന്നുള്ള മിച്ചമുള്ളത് അവർ തടഞ്ഞു വെക്കുകയാണെങ്കിൽ, ഫയഖൂലുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു പറയുമത്രേ, അൽയൗമ, ഇന്നേ ദിവസം, അംനഉക, ഞാൻ നിന്നെ തടയുന്നു, ഫളലി, എൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നെ തടയുന്നു, കമാ മനഅത ഫളല മാ ലം തഅമൽ യദാക്, നിനക്ക് ഒരവകാശവുമില്ലാത്ത ഒന്നിനെ നീ തടഞ്ഞു വെച്ചതുപോലെ. നിനക്ക് കിണറ്റിലുള്ള വെള്ളത്തിനൊരവകാശവുമില്ല, എന്നിട്ടും നീ തടഞ്ഞു വെച്ചില്ലേ, അതുകൊണ്ട് എൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഇന്നേ ദിവസം ഞാൻ നിന്നെ തടയുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ വെള്ളത്തെ നമ്മൾ തടഞ്ഞു വെക്കാൻ പാടില്ല, അവർ അള്ളാഹു നോക്കുകയോ സംസാരിക്കുകയോ ഇല്ല എന്നാണ്. അഞ്ചാമത്തത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഉപദ്രവിക്കുന്നവരും അവരെ പ്രയാസപ്പെടുത്തുന്നവരുമാണ്. ആറാമത്തത് അൽ മുത്തറജ്ജിൽ,
പുരുഷന്മാരുടെ കോലം കിട്ടുന്ന സ്ത്രീയാണ്. അഥവാ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരൊക്കെ അവരല്ലാഹു നോക്കുകയില്ല എന്നാണ്. ഏഴാമത്തത് മൻ അമില അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ പണിയെടുക്കുന്ന ആളുകളെ അല്ലാഹു നോക്കുകയില്ല എന്നാണ്. അഥവാ സ്വവർഗരതി ആണാണിനെയും പെണ്ണിനെയുമായിട്ട് സ്വവർഗരതി നടത്തുന്നവർ, സ്വന്തം വർഗത്തോട് രതി നടത്തുന്നവർ, അങ്ങനെയുള്ളവരെ അല്ലാഹു നോക്കുകയില്ല എന്നാണ്. എട്ടാമത്തത് അസ്സാദൂൻ, പിൻദ്വാരത്തിൽ കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്, അവരെയും അല്ലാഹു നോക്കുകയില്ല എന്നാണ്. ഒൻപതാമത്തത് മന്നാനൂൻ, കൊടുത്ത ഉപകാരങ്ങൾ അത് എടുത്തു പറയുന്നവർ. ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനവനിക്ക് ഇന്നത് കൊടുത്തു, ഞാനാണിവനെ സഹായിച്ചത് എന്ന് പറഞ്ഞ് എടുത്തു പറയുന്ന ആളുകൾ, അവരെയും അല്ലാഹു നോക്കുകയില്ല എന്നാണ്. പത്താമത്തത് അൽ മുസ്ബിലു ഇസാറഹു, അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടുന്നവനാണ്, അവനെയും അല്ലാഹു നോക്കുകയില്ല എന്നാണ്. 11ാമത്തത് അൽ ബാഇഉൽ മുൻഫിഖു സിൽഅതഹു അലൽ കദിബ്, ആളുകളോട് കളവ് പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്നവനാണ്. എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്ന സമയത്ത് ഇന്നതിന് ഇത്ര വിലയാണെന്ന് കൂട്ടിപ്പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞ് ഇന്നാലിന്ന ഗുണമേന്മകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആളുകളോട് കളവ് പറഞ്ഞ് സാധനം വിൽക്കുന്നവനെ അല്ലാഹു നോക്കുകയോ സംസാരിക്കുകയോ ഇല്ല എന്നാണ്. 12ാമത്തത് ഇംറഅത്തുൻ ലാ തസ്കുറു ലിസൗജിഹ, ഒരു പെണ്ണാണ് ലാ തസ്കുറു ലിസൗജിഹ, തൻ്റെ ഭർത്താവിന് നന്ദി കാണിക്കാത്ത, ഭർത്താവ് പറഞ്ഞതനുസരിക്കാതെ സ്വന്തമായി നിലപാടെടുക്കുന്ന സ്ത്രീകളാണ്, ഭാര്യമാരാണ്. അവരെയും നാളെ അല്ലാഹു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ തസ്കിയത്ത് നടത്തുകയോ ചെയ്യുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 12 വിഭാഗത്തിൽ നാം പെടാൻ പാടില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.